എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സഞ്ജയ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രഘുനാഥ് നിർമ്മിച്ച് KT മുഹമ്മദിന്റെ കഥയിൽ P ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1970 ഓഗസ്റ്റ് 15 പുറത്തിറങ്ങിയ തുറക്കാത്ത വാതിൽ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദേശീയ തലത്തിൽ വലിയൊരു അംഗീകാരം കൂടി നേടിക്കൊടുത്ത സിനിമയാണ് തുറക്കാത്ത വാതിൽ എന്ന് പറയുന്ന ഈ സിനിമ. ദേശീയ ഒരുമ എന്ന പ്രമേയം ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ചിത്രത്തിനുള്ള ദേശീയ ഒരുമ എന്ന പ്രമേയം ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1969 അമിതാഭ് ബച്ചന്റെ ആദ്യത്തെ സിനിമയായ സാത് ഹിന്ദുസ്ഥാനിക്ക് ശേഷം തൊട്ടടുത്ത വർഷമാണ് 1970 ഈ സിനിമ നമുക്ക് ഈ അവാർഡ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ 5ാമത്തെയും മലയാളത്തിലെ 2ാമത്തേതുമായിട്ടാണ് അന്ന് ഈ അവാർഡ് നമ്മുടെ മലയാളക്കരയിലേക്ക് എത്തുന്നത്. മലയാള സിനിമയ്ക്ക് ഈ അവാർഡ് ലഭിച്ചത് 1968 പുറത്തിറങ്ങിയ ജന്മഭൂമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ, മധു, ജയഭാരതി, ഫിലോമിന, ബഹദൂർ, രാഗിണി, നെല്ലിക്കോട് ഭാസ്കരൻ മുതലായിട്ടുള്ളവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതില് നമ്മുടെ ഈ ഒരു പാട്ടില് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങിരി മണ്ണുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു പാട്ടില് ഈ സിനിമയിലാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നല്ലൊരു കുടുംബകഥ, ഈ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള ബന്ധം, കാമുകനും കാമുകിയും തമ്മിലുള്ള ബന്ധം, പറയുന്ന വാക്കിന്റെ വില, അന്ന് നിലനിന്നിരുന്ന നമ്മുടെ സാമൂഹിക ചില സാഹചര്യങ്ങൾ എന്നൊക്കെ വളരെ ലളിതമായിട്ടും വളരെ മനോഹരമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തുറക്കാത്ത വാതിൽ എന്ന് പറയുന്നത്. ഈ സിനിമയിലെ കഥാനായകൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രേം നസീർ, മധു എന്നൊക്കെ പറഞ്ഞു, ഇന്നിവരൊക്കെ അഭിനയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ സിനിമയുടെ കഥാനായകൻ എന്ന് പറയുന്നത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ സിനിമയുടെ കഥയും തിരക്കഥയും തന്നെയാണ്. നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതണം. നമുക്ക് ഈ സിനിമയുടെ കഥയുടെ ഒരു രത്നച്ചുരുക്കം നമുക്ക് നോക്കാം. ബാപ്പു എന്ന് പറയുന്ന ഒരു യുവാവാണ് പ്രേം നസീർ. പ്രേം നസീറിന്റെ ഒരു കൂട്ടുകാരുണ്ട്, ബഹദൂറാണ് ആ കൂട്ടുകാരൻ. നാരായണൻകുട്ടി എന്നാണ് പുള്ളിയുടെ പേര്. ഫിലോമിന ബാപ്പുവിന്റെ അമ്മയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ് ബാപ്പു. എന്നാൽ അതിൻ്റെ ആ ഉത്തരവാദിത്വം മനസ്സിലുണ്ട്. പക്ഷെ പുറത്തേക്ക് കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു യുവാവാണ് ബാപ്പു. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ജയഭാരതി ഈ പ്രേം നസീറിന്റെ അനിയത്തിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടർ നെയിം നബീസ എന്നാണ്. രാഗിണിയാണ് പ്രേം നസീറിന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നത്. സുലേഖ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഇവരുടെ അച്ഛൻ വളരെ കാലഘട്ടം മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാപ്പുവിന് വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുതാനും വായിക്കാനും ഒന്നും അറിയൊന്നുമില്ല. പിന്നീട് ഒരു സാഹചര്യത്തിലാണ് ആ സിനിമയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക്, അതാണ് ഈ രാഗിണിയുടെ ഉപ്പ, അതായത് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക്. ഇവര് രാഗിണിയുടെ അച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിലെ മാഷാണ്. അപ്പോ ആ കൊടുത്ത വാക്ക് ഇപ്പോഴും എന്താ പറയാ, നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാട് ഉള്ളൊരു വ്യക്തിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അന്ന് കൊടുത്ത വാക്കിനുള്ള വില, നമ്മുടെ മനസ്സിലെ നന്മകൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ബാപ്പു. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. വളരെ നന്മയുള്ളൊരു മനുഷ്യനാണ് ബാപ്പു, പ്രേം നസീറിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഈ മാഷ് പറയും, നീ ഇങ്ങനെ കുട്ടി തരം കാണിച്ചിങ്ങനെ നടന്നോ, അവൾക്ക് എത്ര നാളെന്ന് വെച്ചിട്ട് അവൾ കാത്തിരിക്കുക. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാപ്പുവിന്റെ പെങ്ങളായിട്ടുള്ള നബീസയുടെ നിക്കാഹും ഇവരുടെ കൂടി ഒരുമിച്ച് നടത്തണം എന്നുള്ളൊരു ചിന്തയിൽ കൂടിയാണ് പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബീസയും കെട്ടുപ്രായമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒപ്പം ഇതും കൂടി നടക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ബഹദൂറും പ്രേം നസീറും ഒക്കെ കൂടി നേരെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവരെപ്പോഴും ഒരു ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ചായ രണ്ടാക്കി കുടിക്കും.
അപ്പോൾ ബഹദൂറിന്റെ പേര് നാരായണൻകുട്ടി എന്നും കൂടിയാണല്ലോ. അപ്പൊ അതിൽ വേറൊരു അന്നത്തെ കാലഘട്ടത്തിലും ചെറിയ കുത്തിത്തിരിപ്പുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നടന്നോ, നിങ്ങൾക്ക് അപ്പൊ ചായക്കടയില് നാരായണൻ നായരുടെ ചായക്കട എന്നങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നായരെ ഒരു ചായ എടുക്കൂ, അല്ല ഒന്ന് രണ്ടാക്കിയ ചായ എടുക്കൂ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നല്ല രസമുണ്ട്. അതിലൊരു പഴയ സിനിമകളിലേക്ക് ഒരു നല്ലൊരു കഥാപാത്രമായിരിക്കും ഒരു പോസ്റ്റ്മാൻ. ആ പോസ്റ്റ്മാൻ ഇതിലുണ്ട്. നായർ വളരെ നല്ല മോശം ചായ എടുത്തോളൂ എന്ന് പറയും. അപ്പൊ അതെന്താ മോശം ചായ എന്ന് പറയുമ്പോൾ പോസ്റ്റ്മാൻ പറയും, ഏറ്റവും മോശമായിട്ട് ചായ എടുക്കാനാണല്ലോ പാട്, അതുകൊണ്ടാണ് ഏറ്റവും മോശമായിട്ട് ചായ എടുത്തോളാൻ പറഞ്ഞതെന്ന് പറയും. അപ്പൊ ഒരു ചെറിയൊരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്നതിന് പകരം ഓരോ ഗ്ലാസ് ചായ കുടിച്ചോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് ബഹദൂർ പറയുന്നു. അപ്പൊ പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചൊറിയാണ്. അപ്പൊ ചൊറിയുമ്പോ ബഹദൂർ നിങ്ങളുടെ നമ്മുടെ പ്രേം നസീർ പറയാണ്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ആ വക വർത്തമാനം വേണ്ട എന്ന് പറയുന്ന സമയത്ത് മറ്റേ ബഹദൂർ ഈ 2 ഗ്ലാസ്സിലെ ചായയും കൂടി ഒന്നിച്ച് കുടിച്ചിട്ട് ബഹദൂർ കുറച്ച് കുടിച്ചിട്ട് ബാപ്പുനോട് പറയാണ് കുടിക്കടാ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഇവര് കുടിക്കണം. അപ്പൊ മറ്റേ ആൾക്ക് ആകെ ഹാലിളകി ആള് പറയും നിങ്ങൾക്ക് പ്രാന്താണ് എന്ന് പറയും. അപ്പൊ നിങ്ങളെ വല്ല പ്രാന്താശുപത്രിയിലേക്കും കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് ബഹദൂർ പറയും, പ്രാന്താശുപത്രിക്ക് ഞങ്ങളെ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കും, നിങ്ങൾക്കാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അവിടെ പൂട്ടിയിടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫിലോമിന അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നീ ഇങ്ങനെ കാട് കളിച്ച് നടന്നോ, നിങ്ങൾക്ക് നബീസയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വേണ്ടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട, അവൾ ഇത്രയും പൊരകറിഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനമുണ്ട് ഫിലോമിനയുടെയും പ്രേം നസീറിന്റെയും. മോനെ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഫിലോമിനെയൊക്കെ കണ്ടിട്ടുള്ളത് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന, അതല്ലെങ്കിൽ എന്താടാന്ന് വെച്ചാൽ ഏതറാന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറുകളൊക്കെയാണ് അധികവും കണ്ടിരിക്കുന്നത്. വളരെ റയറായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് ഫിലോമിനയാണ്. കാരണം ആ ഒരു സമയത്ത് വൈകാരികമായിട്ടുള്ള ഒരു അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ചെയ്യും. നസീർ പറയുന്നുണ്ട്, ഉമ്മ വിഷമിക്കണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്ക് നബീസയുടെ കല്യാണം നടത്താം എന്ന് പറയണ്ട. അപ്പൊ അന്ന് 10 പവനും 1000 ഉറുപ്പ്യയും ഉണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കറിന്റെ ക്യാരക്ടർ അലിമുല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് പയ്യനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഫിലോമിന പറയുന്നുണ്ട്, അത്രയ്ക്കൊക്കെ ഞങ്ങളുടെ നിന്ന് എവിടുന്ന് കൊടുക്കാനാ, വല്ല 500 ഉറുപ്പ്യയും 5 പവനൊക്കെ വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒപ്പിച്ച് കൊടുക്കായിരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട് പറഞ്ഞില്ലേ, അപ്പൊ പുള്ളിക്കും ഒരു മോളുണ്ട്. അപ്പൊ പുള്ളിയുടെ കാര്യം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങേര് പറയുന്നുണ്ട്, നിന്റെ നെല്ലിക്കോട് വാസന്റെ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ നിക്കാഹ് കഴിക്കടാ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയൊരു ചീത്ത വിളി എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രംഗം അങ്ങനെ വളരെ നല്ല രീതിയിൽ അവസാനിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മാഷിനെ, അതായത് നമ്മുടെ രാഗിണീനെ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് നീ ഇങ്ങനെ നടന്നാൽ പോരാ, ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ തന്നെയാണ് കുറച്ചധികമായിട്ട് പോകുന്നത്. ഇതിനിടയിൽ ഈ വൈകുന്നേരങ്ങളിൽ ഈ മറ്റേ ഒരു കിണറുണ്ട്, തോപ്പിനകത്തൊരു കിണറുണ്ട്. ആ കിണറിന്റെ അവിടെ വെച്ചിട്ടാണ് ഇവർ നസീറും രാഗിണിയും തമ്മിൽ കണ്ട് സംസാരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തകളൊക്കെ കൂടുതലുള്ള സമയങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ മോഡേൺ യുഗമല്ലല്ലോ. അപ്പൊ അന്ന് ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന സമയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ വർത്തമാനങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നിക്കാഹിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറയണു. പിന്നെ അതിനിടയിൽ നേരത്തെ പറഞ്ഞൊരു രംഗം ഉണ്ടല്ലോ, ഏത് മറ്റേ മുല്ലാക്കയും വേറെ കുത്തിത്തിരിപ്പ് ചെയ്യുന്ന ഒരാളിൽ നമ്മൾ ബന്ധം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ബഹദൂറും പ്രേം നസീറും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ബഹദൂറും പ്രേം നസീറും നിൽക്കുന്ന സമയത്ത് അപ്പൊ ബഹദൂർ പറയാണ്, പേടിക്കണ്ട, നിങ്ങളുടെ മോളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം, മതവും ജാതിയൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അതിലൊരു ലാസ്റ്റ് ഒരു വേർഡ് പ്രയോഗിക്കും, അല്ല കിട്ടാച്ചെറുക്കുകളായിട്ട് ആരെങ്കിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രേം നസീറിനും ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയിട്ട് ഈ ബഹദൂറിന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കും. കാരണം തെറ്റാണ് അവൻ പറഞ്ഞത്, അങ്ങനത്തെ ഒരു വേർഡ് പറയാൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് വളരെ വിഷമമായിട്ട് തിരിച്ച് പ്രേം നസീർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നബീസിനെ കാണുമ്പോൾ ഒന്ന് നോക്കുന്നു, നബീസ എന്ന് വിളിക്കുന്നു, എന്താ ഇക്കാന്ന് പറഞ്ഞു ചോദിക്കുന്നു, ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ
ഫിലോമിനോട് പറയണം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളുടെ വിവാഹം നോക്കാം ഉമ്മ, അവൾ വളരെ വളർന്നു വലുതായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല ഉമ്മ, ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ പിന്നെ പോകുന്നു. പിന്നെ അങ്ങനെ വേറൊരു വിവാഹത്തിന്റെ കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ വേറൊരു വിവാഹം തന്നെ മാറ്റക്കല്യാണാണ്. അപ്പോൾ ഒരു ജയഭാരതിനെ അങ്ങോട്ട് വിവാഹം കഴിച്ചിട്ട് പോകുമ്പോൾ അവിടുത്തെ കുട്ടീനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചിട്ട് വരണം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഫിലോമിന അങ്ങനെ പറയണ സമയത്ത് ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ ചോദിക്കുന്നതുകൊണ്ട് അല്ല എനിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. പക്ഷേ സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ചെറിയ ചെറിയ കോമഡികളൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ അംബുജം എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് ശ്രീലത നമ്പൂതിരി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സീന് 1-2 സീനൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെ അതായത് നമ്മുടെ ബഹദൂർ ഇടയ്ക്ക് ഇവരുടെ വീട്ടിലേക്ക് ലെറ്റർ അയക്കും. അപ്പൊ ഈ ലെറ്റർ അയക്കുമ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാൻ പുള്ളിക്കാരത്തിയുടെ അച്ഛൻ്റെ കയ്യിലാണല്ലോ കൊടുത്തത് എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു. പിന്നെ വഴിക്ക് വെച്ച് കാണുമ്പോൾ അംബുജത്തിന്റെ അടുത്ത് ഇങ്ങനെ വിവാഹം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ 5 മണിക്ക് ഇതിൽ കൂടെ ഒരു ലേഡി വരും, അപ്പൊ പറഞ്ഞാൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ അതേ പേരുള്ള വേറൊരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ സമയത്ത് വരുന്നതും. പറയുമ്പോൾ ഭർത്താവ് വന്നിട്ട് ഇവനെ അടിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോമഡി രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് സംഭവം. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രേം നസീറിന്റെ ആരോടും പറയാതെ ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അത് മാഷിനറിയാം. മാഷ് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഗിണിയുടെ അച്ഛൻ. അവിടെ ഒരാളുണ്ട്, അപ്പൊ നീ അവിടെ പോയിട്ട് എൻ്റെ ഈ ലെറ്റർ കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയോടും നബീസയോടും ഈ കാര്യങ്ങൾ പ്രേം നസീർ പറയുന്നില്ല. ബാപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നില്ല. ആകെ പറയുന്നത് രാഗിണിയോടും രാഗിണിയുടെ അച്ഛൻ്റെ അടുത്തും മാത്രമാണ്. അപ്പൊ സുലേഖയും സുലേഖയുടെ അച്ഛനോടും മാത്രമാണ്. അപ്പൊ സുലേഖയോട് പറയുമ്പോൾ അയ്യോ നിങ്ങൾ എന്നോടും കൂടി പറയേണ്ടിയിരുന്നില്ല, ഞാനും പോവാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ പറയരുത്, ഞാൻ എന്നേക്കുമായിട്ട് പോവല്ലോ, ഞാൻ വീണ്ടും ചോദിക്കുന്നു. അപ്പൊ ശരി എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ച് അവൻ ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിലേക്ക് പോകുമ്പോൾ പിറ്റേ ദിവസം ഇവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാഷ് വന്നിട്ട് പറയാണ്, പേടിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞയച്ചിട്ട് പോവാണ്, നിങ്ങളാരും സമ്മതിക്കില്ല എന്ന് വെച്ചിട്ട്. അങ്ങനെ ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിലെത്തിയിട്ട് അവിടെ മാഷ് പറഞ്ഞ ആ ഒരു ആളെ കാണുന്നു. അപ്പൊ പുള്ളി വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി പറയുന്നത് എനിക്ക് തന്നെ വയ്യ, ആരെങ്കിലും പിന്നെ എന്ത് കിട്ടാനാ, അപ്പോ എന്ത് ജോലി കിട്ടാനാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രേം നസീറിന് എൻ്റെ ഇനി ഒരു 120 ഉറുപ്പ്യം കൂടി ബാക്കിയുണ്ട്, എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അന്നത്തെ കാലത്തിൽ 120 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. അപ്പൊ ഇങ്ങേർക്ക് ബനിയൻ കച്ചവടമായിരുന്നു അവിടുത്തെ പണി. അപ്പൊ അങ്ങനെ ബനിയൻ കച്ചവടത്തിൽ 100 രൂപ കൊടുത്തിട്ട് പുള്ളി അവിടുന്ന് കംപ്ലീറ്റ് ബനിയൻ മേടിക്കും. അപ്പൊ അവിടെ ഒരു ഹൗസ് ഓണർ ഉണ്ട്, ഒരു കാർ വർക്ക്ഷോപ്പിന്റെ മുതലാളിയാണ്. അവിടെ ഒരു ലേഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്നാ ശരി എന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്നു. തീരെ കുറവ് കച്ചവടമേ കിട്ടുന്നുള്ളൂ. പക്ഷെ അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ചെന്നൈ ആണ്, മദിരാശി പട്ടണമാണ്, നന്നായിട്ട് ഇറങ്ങിയാൽ നമുക്ക് എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞ് വാക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മലയാളമല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് പോരാ എന്നുള്ള രീതിയിൽ പിന്നെ പ്രേം നസീർ അത്യാവശ്യം കുറച്ച് സമ്പാദിക്കാനൊക്കെ തുടങ്ങുകയാണ്. അവിടെ വെച്ചിട്ട് വീട്ടിലേക്ക് 50 ഉറുപ്പിക അയക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങണം. അങ്ങനെ ഇരിക്കെ ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരാള് വിശന്ന് തളർന്നിട്ട് ബോധം കെട്ടിട്ടുള്ള ഒരവസ്ഥയിൽ, അത് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ബസ് സ്റ്റോപ്പിൽ വീണ് കിടക്കും. അപ്പൊ വീണ്ടെടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രേം നസീർ നിൽക്കുമ്പോൾ എന്താ പറ്റിയ നിൽക്കുക, അപ്പോൾ ഭക്ഷണം കിട്ടാണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അയാളെ തട്ടി വിളിച്ചിട്ട് വരും നമുക്ക് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് ചായ മേടിച്ചു കൊടുക്കുന്നു. അത് നമ്മുടെ മധുവിന്റെ ക്യാരക്ടറാണ്, വാസു എന്നാണ് മധുവിന്റെ പേര്. അപ്പൊ അങ്ങനെ കുറച്ച് താടി എന്തൊക്കെ വെച്ചിട്ട് ആകെ ഒരു പ്രാന്തൻ ലുക്കിലൊക്കെയാണ് മധുസാർ അന്ന് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം ചായയൊക്കെ മേടിച്ചു കൊടുക്കുന്നു. സ്വന്തം റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ ഓണറിന്റെ അവിടെ മോളുണ്ട്. അപ്പോൾ അവരോട് പറയുന്നു അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ജോലിക്ക് പോവാണ്, അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ വാസുവിനോട് പറയേണ്ടത്, നീ ഒരു കാര്യം ചെയ്യ്, മുകളിൽ കിടന്നോളൂ, കട്ടിലൊക്കെ വിരിച്ചു കൊടുത്ത് മുകളിൽ കിടന്നോളൂ, ഞാൻ താഴത്ത് കിടന്നോളൂ. അപ്പോൾ വാസു പറഞ്ഞു അയ്യോ അത് വേണ്ട, ഞാൻ താഴത്ത് കിടന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രേം നസീറിന്റെ കഥാപാത്രം പറയുന്നത്, അതായത് ബാപ്പു പറയാണ്, വേണ്ട നിങ്ങൾക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴത്ത് കിടന്നാൽ ശരിയാവില്ല, നിങ്ങൾ മുകളിൽ തന്നെ കിടന്നോളൂ, കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് മാറ്റിക്കോളൂ, നാളെ കാലത്ത് തന്നെ പോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി നല്ല രീതിയിലാവണോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിറ്റേ ദിവസം കാലത്ത് തന്നെ പറയണു, എന്നാൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം, ബനിയൻ കച്ചവടമാണ് എൻ്റെ പണി, ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം, എവിടെയും പോണ്ട, ഇവിടെ ഇരുന്നാൽ മതി പറയണം. അപ്പൊ അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തൊട്ടടുത്ത വീട്ടിലെല്ലാം പറഞ്ഞ് ഒക്കെ റെഡിയാക്കി ഇയാൾ പോകുന്നു. അപ്പൊ അവിടെയുള്ള പെൺകുട്ടി ഇടയ്ക്ക് ഇവിടെ ചായ എന്താ വെച്ചാൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി അന്നത്തെ ദിവസം വൈകുന്നേരം വരികയാണ്. വൈകുന്നേരം വരുമ്പോൾ
അതിനിടയിൽ കുറച്ച് കത്തെഴുതലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പ്രേം നസീറിന് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ആ വർക്ക്ഷോപ്പിലത്തെ ഓണറുടെ മകളാണ് വായിച്ചു കൊടുക്കുക. അപ്പൊ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും സുലേഖ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ പ്രേം നസീറിന് വേണ്ടിയിട്ട് ഈ വാസു വരുന്നവരെ പ്രേം നസീറിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയാണ് ലെറ്റർ എഴുതിയിട്ടുള്ളത്. പെൺകുട്ടിയല്ല, അതായത് മധുവിന്റെ പേരായിട്ടാണ് ആ ലേഡി വരുന്നത്. എനിക്ക് പേരറിയില്ല, അറിയാവുന്നവരുണ്ട് പേരൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അതിനുശേഷം വാസു വന്നൂല്ലോ. പിന്നെ വാസുവാണ് ലെറ്റർ എഴുത്തും ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പെരുന്നാളിന് നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ലെറ്റർ വരുന്നുണ്ട്. ഞാൻ ആദ്യം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേം നസീർ ലെറ്റർ അയക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്താണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ആ സമയത്താണ്. എല്ലാ പാട്ടും അതിഗംഭീരമാണ്, ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്. അങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ ശരിക്കും നമുക്കില്ലേ വല്ലാത്തൊരു ഫീലാണ് ആ പാട്ടുകളൊക്കെ. ആ വർക്ക്ഷോപ്പ് ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ട് വാസുവിന് അവിടെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ബനിയൻ കച്ചവടത്തിന് പോകുന്ന സമയത്ത് പ്രേം നസീറിന് ആക്സിഡന്റ് പറ്റുകയാണ്. ഈ ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. പക്ഷെ അത് അവന്റെ വീട്ടിലൊന്നും അറിയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മധുവിന്റെ അടുത്ത് നിന്ന് വാക്ക് മേടിക്കണം, നീ ഇത് ആരോടും പറയരുത്, എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റുമെന്ന് പറയുന്നത്. അവരെല്ലാവരും ഞാൻ വരുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നബീസയുടെ നിക്കാഹ് ഒക്കെ നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ പറയാണ്. പ്രേം നസീർ അതോടുകൂടി മരിക്കുകയാണ്. പക്ഷെ എന്നാൽ വാസു ആകെ ഒരു എന്താ പറയുക മാനസികാവസ്ഥയിൽ പെടുകയാണ്. കാരണം തൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ആ വർക്ക്ഷോപ്പിലെ ഓണറോട് ഇദ്ദേഹം പറയുന്നുണ്ട്. അതെച്ചാൽ ചോദിക്കുന്നുണ്ട്, മറ്റേ മോളെ നിനക്ക് ആലോചിച്ചോട്ടെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അതിലും വലിയൊരു ഉത്തരവാദിത്വത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓണറുണ്ട്, മറ്റേ ആൾ പോയി, പക്ഷെ നിന്റെ ജീവിതം മറക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു മനസ്സ് കൊടുത്തത് പെൺകുട്ടിക്കല്ല, വാസുവിനാണ്. കാരണം എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അയാളാണെന്നൊക്കെയാണ് പറയണത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു. ആ ഒരു നമുക്ക് നല്ല ഫീല് വരും, അത് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം മധു പെരുന്നാളിന് നമ്മുടെ അതായത് സുലേഖയ്ക്കും നബീസയ്ക്കും ഉമ്മയ്ക്കും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ ബഹദൂറിന് പ്രേം നസീർ അയക്കുന്ന ലെറ്ററൊക്കെ അയക്കുന്ന കാണുമ്പോഴുള്ള രംഗങ്ങളുണ്ട് കേട്ടോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹദൂറിന്റെ കരണത്തടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കോംപ്രമൈസ് ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തൊടും. അത്രയും നല്ലൊരു രീതിയിലാണ് എല്ലാ ബന്ധങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ പ്രേം നസീർ ഈ മധുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യന്മാര് കണക്കുകൾ പറഞ്ഞു തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ലടോ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലോ ആ ഒരു രംഗത്തൊക്കെ. അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാല് വല്ലാത്തൊരു ഫീലായിരുന്നു. സത്യമാണ്, നമ്മൾ ഓരോ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് എപ്പോഴും കടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് ഇന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുക. പക്ഷെ നിങ്ങൾ വേറെ ആളുടെ അടുത്തുണ്ടാവും. അപ്പൊ മനുഷ്യന്മാർ തമ്മിൽ എപ്പോഴും ഇതിന് കണക്ക് പറയാൻ തുടങ്ങിയാൽ, ഞാൻ നിനക്ക് ഇന്നത് ചെയ്തു തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കണക്ക് പറയാൻ തുടങ്ങിയാൽ അതിനൊരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. കാരണം എല്ലാവരും പരസ്പരം അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു ചെറിയ വേടല്ല, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വലിയൊരു അർത്ഥമുള്ളൊരു വാക്കുകളാണ്. അങ്ങനത്തെ വർത്തമാനങ്ങൾ ഒരുപാടുണ്ട് ഈ സിനിമയിൽ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇടയിൽ ഒന്ന് ചെറുതായിട്ട് ആ പടത്തിന്റെ ഒരു ചില വാക്കുകളിലേക്ക് പോയതാണ്. അപ്പൊ അങ്ങനെ ഇക്കയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ലെറ്റർ അയക്കുന്നുണ്ട്. അത് പക്ഷെ ബാപ്പു അയക്കുന്ന പോലെ തന്നെ വാസുവാണ് എഴുതി അയക്കുന്നത്. അങ്ങനെ വാസു അവിടെ ചെല്ലാണ് ബാപ്പുവിന് കൊടുത്ത വാക്ക് നിറവേറ്റാനായിട്ട്. അങ്ങനെ പെരുന്നാളിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ബഹദൂറിന്റെ കഥാപാത്രത്തിനെ പരിചയപ്പെടുന്നു. അതിനുശേഷം മാഷിനോട് വിവരം കണ്ടിട്ട് മധു കാര്യങ്ങൾ പറയണം. അപ്പൊ ഇത് പറയാതിരിക്കുന്ന തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മാഷ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നബീസയുടെ നിക്കാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ന് ചിലപ്പോൾ തെറ്റായിരിക്കും, അത് നാളെ ശരിയാവും എന്നുള്ളൊരു രീതിയിൽ അത് ആ ഒരു സംഭവം ആ മാഷും അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കണം. ഈവൻ രാഗിനിയോട് സുലേഖയോട് പോലും അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെരുന്നാളൊക്കെ കൂടി ഞാൻ ഈ നിക്കാഹിന് വരാം. അപ്പോൾ ഫിലോമിന പറയുന്നുണ്ട്, നിക്കാഹിന് അവൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയണ്ടെന്നൊക്കെ പറയണം. അപ്പൊ ഇങ്ങനെ വാസു ചോദിക്കുകയാണ്,
എന്തങ്ങനെ പൊരിക്കണ മണം വരുന്നുണ്ടല്ലോ നോക്കുമ്പോ ബാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം, അത് ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നോക്കുമ്പോ ജയഭാരതിയുടെ ക്യാരക്ടർ ഇതിങ്ങനെ അതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മധുവിന്റെ മുഖത്ത് ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിക്കുമുട്ടല്ലേ എന്നുവെച്ചാൽ ഒന്നും പുറത്തേക്ക് പറയാനും പറ്റില്ല, വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ആ എക്സ്പ്രഷനുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ആ ഒരു നെയ്യപ്പവും പിന്നെ അതേപോലെ രാഗിണി കൊടുത്തേക്കുന്ന ഒരു സംഭവമുണ്ട്, അതും ബാപ്പുന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു രംഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇതും കൊണ്ടുപോയിട്ട് ചെന്നൈയിലേക്ക് വരികയാണ്. വീണ്ടും വാസു ചെന്നൈയിലേക്ക് വന്നിട്ട് ഇവന്റെ ഖബർസ്ഥാനത്ത് പോയിട്ട് ഇതൊക്കെ ബാപ്പു ഇതൊക്കെ നിങ്ങൾ തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് ഭയങ്കര ഒരു വികാരാധീനനായിട്ട് നിൽക്കുന്ന ഒരു നിൽപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു കരച്ചിൽ പോലത്തെ രംഗങ്ങൾ ഒക്കെ അവിടെ നടക്കുകയാണ്. അപ്പൊ അതിനുശേഷം തിരിച്ച് പിന്നെ പെട്ടെന്ന് മാരേജിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാരേജിന്റെ കാര്യങ്ങളിൽ ഒക്കെ വരുന്നു. അപ്പൊ വീണ്ടും തിരിച്ച് മാരേജ് നടത്താൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എല്ലാവിടെയും ഉണ്ടാവുമല്ലോ ഒരു തിരിപ്പുകാര്. അപ്പോൾ അവിടെ വാസുവാണ് എല്ലാ കാര്യത്തിനും മുമ്പിട്ട് നിന്ന് ചെയ്യുന്നത്. അപ്പൊ ഇവര് ശരിക്കും അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഇവര് പറയുന്നുണ്ട്, മറ്റേ ഇങ്ങനെ ഉള്ള ഒരാൾ നടത്തുന്ന കല്യാണത്തിന് ഞങ്ങളാരും വരില്ല, എന്തുകൊണ്ട് ബാപ്പു വന്നില്ല എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മ പോലെ 2-3 ആൾക്കാർ നിന്നിട്ട് ഗംഭീരമായിട്ട് ആ തിരിപ്പുള്ള ആള് കിടന്നിട്ട് ഇങ്ങനെ വിഷയങ്ങൾ പെരുപ്പിക്കാൻ നോക്കണം. അപ്പോഴാണ് ആ സമയത്ത് ആ അവിടുത്തെ പള്ളിയിലത്തെ പ്രധാനി വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയണം എന്ന് പറയണം. പക്ഷെ അതിനിടയിൽ നമ്മൾ നെല്ലിക്കോട് ഭാസ്കരന്റെ ക്യാരക്ടർ മുല്ലാക്ക പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, ആള് ഇവൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിയാവില്ല, അതെങ്ങനെ ശരിയാവും എന്നൊക്കെ കുറെ വർത്തമാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പള്ളിയിലത്തെ പ്രധാനി വരുന്നത്. അപ്പോ ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വാസു നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാരും പങ്കെടുക്കില്ല, നിങ്ങളും പോയിട്ട് ഇത് നടത്തി കൊടുക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാണ്. ഇവൻ കാഫറാണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ വക വർത്തമാനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ പള്ളിയിലത്തെ പ്രധാനി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പൊ നിങ്ങളാരും ഇനി മുതൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരണ്ട. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയണ അവിടുത്തെ ജനാലയും അവിടെ കല്ലുകൊണ്ട് കെട്ടിയതും അവിടെ മരം കൊണ്ട് ഇത് വെച്ചതും ഒക്കെ കാഫറുകൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് ഇനി ആ പള്ളിയിൽ നിസ്കരിക്കാനും വരേണ്ടത് പറയണം. അപ്പൊ അതിനിടയിൽ നെല്ലിക്കോട് ഭാസ്കരന്റെ അടുത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ല നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ വരുമാനത്തിനെ ബാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ശരിയാണ്, പുള്ളി ബ്രോക്കറാണ് എന്നുവെച്ചാൽ മറ്റേ മാരേജ് ബ്രോക്കറാണ്. അപ്പൊ അങ്ങനെ ഈ പള്ളിയിലത്തെ മെയിൻ ആയിട്ടുള്ള ആള് ഇത് സംസാരിച്ചതോടുകൂടി ആ പ്രശ്നം അവിടെ വെച്ചിട്ട് ഒതുങ്ങുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ആ നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അന്നത്തെ നമ്മുടെ ആ ഒരു ഒത്തൊരുമ വളരെ നല്ലൊരു മികച്ച രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിക്കാഹ് എല്ലാവരും കൂടി നല്ല ഭംഗിയായിട്ട് നടക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴും ഫിലോമിന വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫിലോമിനയും ജയഭാരതിയൊക്കെ ഇനി പടിയിറങ്ങണമല്ലോ. അപ്പൊ പടിയിറങ്ങണ സമയത്ത് നബീസിയോട് പറയാണ്, അപ്പൊ വാസുവേട്ടൻ ഞാൻ ഇറങ്ങാന്ന് പറയുമ്പോൾ മാഷ്. പക്ഷെ ഇതിനിടയിൽ വേറൊരു സംഭവം പറയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു രംഗമാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിന്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം. അതായത് മാഷ് ഒരവസരത്തിൽ ഈ രാഗിണിയുടെ കഥാപാത്രം സുലേഖയോട് ഈ ഒരു സംഭവം പറയുന്നുണ്ട്. ആ പറയുന്ന ഒരു രംഗം എന്ന് പറയുന്നത് വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവിടെ രാഗിണി കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് ഈ സിനിമയിൽ ഔട്ട് പെർഫോമൻസുകളാണ് എല്ലാവരും. അത് ഞാനത് നേരത്തെ പറഞ്ഞ ഇതില് കഥാനായകൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രേം നസീറോ മധു ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ആ സിനിമ കാണുമ്പോൾ തിരക്കഥയും കഥയും തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത കഥ. എല്ലാവരും തുല്യ പ്രാധാന്യമാണ്. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സിനിമയേ അല്ല തുറക്കാത്ത വാതിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മാരേജിലേക്ക് വരാം. അപ്പൊ മാരേജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ മാഷ് വന്നിട്ട്, അതായത് പറഞ്ഞല്ലോ ഏട്ടാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുന്ന സമയത്ത് മാഷ് വന്നിട്ട് പറയണേ ഇക്കാക്ക ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയടി എന്ന് പറയുകയാണ്. അപ്പൊ അത് പറയുമ്പോൾ പെട്ടെന്ന് ഫിലോമിന എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ പറയാണ്, ഒരു 5-6 മാസം മുമ്പ് ബാപ്പു നമ്മളെയൊക്കെ വിട്ട് ഒരു വാഹനാപകടത്തിൽ പോയി എന്ന് പറയണം. ആ സമയത്ത് ഫിലോമിനയുടെയും ഒരു പെർഫോമൻസ് ഉണ്ട്. ഫിലോമിന ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വല്ലാണ്ട് പറയണു. ഇത് പറഞ്ഞു കഴിഞ്ഞതും രാഗിണി ഇത്
തിരിഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. ഒരു റൂമിനകത്തേക്ക് കയറി പോയിട്ട് കുറ്റി അടയ്ക്കാൻ, വാതിൽ അടച്ചു നിർത്തണം. അപ്പോൾ എല്ലാവരും ചെന്നിട്ട് വിളിക്കും. അപ്പോൾ വാസു വന്നിട്ട് വിളിക്കും, കതക് തുറക്ക്, സുലേഖ കതക് തുറക്ക് എന്നുള്ളത് പറയും. അപ്പൊ അങ്ങനെ മാഷൊക്കെ വന്ന് വിളിക്കും. എല്ലാവരും വിളിക്കുമ്പോൾ ഇവള് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലാണ് ഈ പടം അവസാനിക്കുന്നത്. അതായത് നബീസയ്ക്ക് ഇക്കാക്കേനെ കിട്ടി, ഫിലോമിനയ്ക്ക് ഒരു മോനെ കിട്ടി, പക്ഷെ എനിക്ക് എനിക്കാര് എന്നുള്ളൊരു രീതിയിൽ, അതായത് വാസുവിനെ ഇക്കാക്കയായിട്ട് ജയഭാരതിയുടെ ക്യാരക്ടറിനും മകനായിട്ട് അമ്മയ്ക്കും എടുക്കാം. പക്ഷെ മനസ്സിൽ അത്രയധികം സ്നേഹിച്ച പുരുഷന് പകരമായിട്ട് വേറൊരാളെ എങ്ങനെ ആ കുട്ടി സങ്കല്പിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രാഗിണിയുടെ സുലേഖ എങ്ങനെയാണത് മനസ്സിൽ സങ്കല്പിക്കുക എന്നുള്ള രീതിയിൽ ആ വാതിൽ താഴ്ത്തന്നെ നിർത്തുമ്പോൾ വാസു തിരിഞ്ഞ് നടന്നു പോരുന്ന സമയത്താണ് ആ പടം എൻഡാവുന്നത്. ശരിക്കും തോന്നുന്നു ആ ഒരു വേർഡാണ് ഈ പടത്തിന്റെ ആ പേരായിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. തുറക്കാത്ത വാതിൽ എന്നുള്ള രീതിയിലുള്ള വേർഡായിട്ട് എടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. 1970 എടുത്തിരിക്കുന്നത്. ആ ഗ്രാമീണ ഭംഗിയും അന്നത്തെ മനുഷ്യരുടെ നിഷ്കളങ്കതയും അത്യാവശ്യം നമ്മുടെ ചായക്കട അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെ നല്ല ആസ്വദിച്ചിട്ട് കാണാൻ പറ്റാവുന്ന നല്ലൊരു സിനിമ. എല്ലാത്തരം ബന്ധങ്ങളും, സുഹൃത്തുക്കള്, പ്രേമം, ആ പ്രണയത്തിന്റെ വിശുദ്ധി അത് നമ്മൾ എടുത്തു തന്നെ പറയണം. അതേപോലെ കൊടുത്ത വാക്ക്, ആ മാഷ് ഇയാളുടെ അച്ഛന് കൊടുത്തുള്ള വാക്ക് എന്നാണ് പറഞ്ഞത്. അത് പ്രേംനസറിന്റെ അച്ഛനെ കാണിക്കുന്നത്, പക്ഷെ ആ വാക്കിന്റെ ബലം. അപ്പൊ അത്രയും പണം കൂടുതലുള്ള ഒരാളും ആ തീരെ വിദ്യാഭ്യാസമില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളായിട്ടുള്ള ബാപ്പുവിന് കൊടുത്ത വാക്ക്, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് നമ്മളറിയാണ്ട കണ്ണില് വെള്ളം വരും. അത്രയും നല്ലൊരു മൂവിയാണ്, മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സിനിമയെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പറയുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു വിഷമമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതേപോലെ ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുതേ. കാരണം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും പുതിയ ഇതേപോലെയുള്ള പഴയ സിനിമകളുടെ സജഷനും ഒക്കെ കൊണ്ടുവരാനായിട്ട് എനിക്ക് വീണ്ടും ഒരു പ്രചോദകമാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.